ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തിവരുന്ന ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ നീക്കവുമായി തുർക്കി. ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പ്രഖ്യാപിച്ചു. നേരത്തെയും ഇസ്രായേൽ വിരോധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് എർദോഗാൻ കർശന നിലപാടിലേക്ക് നീങ്ങുന്നത്. സൗദി അറേബ്യ, അസർബൈജാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരോട് തുർക്കി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രായേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ല എന്നും എർദോഗാൻ അടിവരയിട്ട് വ്യക്തമാക്കി. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിന് അകത്തുനിന്നും പ്രതിഷേധം ശക്തമാകവെയാണ് തുർക്കിയും കർക്കശമായ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും. റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്നും കൂടി എർദോഗാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുർക്കി ഏതാണ്ട് ഈ നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട്. തുറന്നുള്ള പ്രഖ്യാപനം ഇതാദ്യമാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറുമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ സമാന നിലപാടിലാണ് തുർക്കി. കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസഡറെ ഔപചാരികമായി തിരിച്ചു വിളിച്ചിരുന്നു എങ്കിലും ടെലവീവിലെ തുർക്കി നയതന്ത്ര ദൗത്യം അവസാനിപ്പിച്ചിരുന്നില്ല. ഇതിനിടെ പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ ഇസ്രായേൽ നയതന്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തുന്നില്ലെന്നുറപ്പാണ്. ഈ വർഷം ആദ്യം പലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിലും തുർക്കി ഇടപെടൽ നടത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് 52 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായും എർദോഗാൻ പറഞ്ഞു. നേരത്തെ ഗാസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിശേഷിപ്പിച്ച് എർദോഗാൻ രംഗത്ത് വന്നിരുന്നു. ഒക്ടോബർ 7 മുതൽ കൊലയാളി ഭരണകൂടമായ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത 10,000-കണക്കിന് ആളുകളെ ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. ജീവിത പങ്കാളികളെയും കുട്ടികളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന ഗാസയിലെയും പലസ്തീനിലെയും ലബനിലെയും സഹോദരീ സഹോദരന്മാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്നുമാണ് അന്ന് എർദോഗാൻ പറഞ്ഞിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കലാകൗമുദി.